സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്രൻ തന്ന ക്രിസ്തുയായി തീരട്ടെ. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: അവളൊരു പുത്രനെ പ്രസവിക്കും, നീ ആ ശിശുവിന് യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തോടെ പാപങ്ങൾ നിന്ന് മോചിക്കും. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, യേശു എന്ന നാമം നമ്മെ കഴുകുന്ന സോപ്പായാണ്. ആ നാമം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ സർവ്വ പാപങ്ങളും, നമ്മുടെ സർവ്വ തിന്മകളും, നമ്മുടെ എല്ലാ ബന്ധനങ്ങളും വിടുവിക്കപ്പെടുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശ്ലൈഹിക അഭിഷേകത്തിൽ നിങ്ങളുടെ സർവ്വനിയോഗങ്ങളും കർത്താവ് നിങ്ങൾക്ക് തരുവാനായിട്ട് കാരണമാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, ആവശ്യതകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വേദനകൾ, നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന വ്യാകുലങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിക്കാം. അവൻ്റെ നാമം നമ്മെ കഴുകട്ടെ, അവൻ്റെ നാമം നമുക്ക് മോചനമാകട്ടെ, അവൻ്റെ നാമം വഴി നമ്മുടെ രോഗങ്ങൾ മാറട്ടെ, നമ്മുടെ കടബാധ്യതകൾ വിടുവിപ്പിക്കപ്പെടട്ടെ, നമ്മുടെ കുടുംബങ്ങൾ അസ്വസ്ഥതകളില്ലായ്മയാകട്ടെ, നമ്മൾ അലട്ടുന്ന സർവ ഭയപ്പാടുകൾ മാറിപ്പോകട്ടെ. പൗരോഹിത്യത്തിൻ്റെ കൃപയിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വഴി സഭയുടെ നാമത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന വരദാനങ്ങളുടെ നിധിനിക്ഷേപങ്ങൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലെ, അവിടുത്തെ സഭയുടെ നാമത്തിലെ സർവ്വ നിയോഗങ്ങളും, നിങ്ങളുടെ സർവ്വ പ്രാർത്ഥനകളും, നിങ്ങളുടെ സർവ്വ ആവശ്യങ്ങളും ആവശ്യതകളും അവിടുന്ന് കേട്ട് നിങ്ങളുടെ ഉത്തരമരുളി നിങ്ങളെ സമാധാനിപ്പിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പുതിയ പെന്തക്കോസ്ത ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ വലിയ ആനന്ദത്തോടെ കർത്താവിന്റെ വചനങ്ങളെ സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്: അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവിന്റെ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനത് അറിഞ്ഞില്ല. നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബിന്റെ സാക്ഷ്യമാണത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന, നമ്മുടെ മധ്യേ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. നമ്മൾ അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഏറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇത് കൃപയുടെ മണിക്കൂറുകളാണ്. അത്ഭുത വിടുതലുകളാൽ അനേകം ആയിരങ്ങളെ സ്വർഗം വിശുദ്ധീകരിക്കുന്ന സമയം. വലിയ ശക്തിയോടെ കരമടിച്ച് കർത്താവിന്റെ പൂർണ്ണമായ സാന്നിധ്യം അനുഭവിച്ച് ഒന്ന് ചേർന്ന് ഏറ്റുപാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. എല്ലാവരും കാലഘട്ടത്തിൽ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പാടുമ്പോഴേ കർത്താവെ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ, അവരുടെ സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാ, ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാ. അവരെ
നമുക്ക് നേടേണ്ട കർത്താവിനായി എന്നാൽ ആഗ്രഹിച്ച് പാടി ആരാധിച്ച് പല കെട്ടുകളും പൊട്ടിക്കൊണ്ടിരിക്കുക. പകരുക പകരുക അഭിഷേകം പകരുക. അനേകം ആയിരങ്ങൾ പരിശുദ്ധാത്മാ ഉണരട്ടെ. പാപ സ്വാധീനങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആത്മാവേ വരദാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. ആത്മാവേ വരദാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. ആദിയിലെ പോലെന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ. ആദിയിലെ പോലെന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ. നിറയട്ടെ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. കർത്താവേ പകരുക. കാലഘട്ടത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകണമേ. എല്ലാവരും നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. അല്പകൂടി സ്വരമുയർത്തി ശക്തിയോടെ പാടുകേ. അനേകരെ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുക. ഈ അഭിഷേകം ഏറ്റെടുത്ത് സ്വീകരിച്ച് കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഹല്ലേലൂയ. സ്വർഗ്ഗം തുറക്കണമേ. അഭിഷേകം പകരണമേ. അഭിഷേകം പകരണമേ. അഭിഷേകം പകരണമേ. കരങ്ങൾ ഉയർത്തി വലിയ ദാഹത്തോടെ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ. പാപബന്ധനത്തിന് മുഖങ്ങൾ ഒടിച്ച് കളയണമേ. പിൻപിടാധിപത്യങ്ങളെ ചിഹ്ന ഭിന്നമാക്കണമേ. അനേകമായിരങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ അവിടുത്തെ അത്ഭുത സാന്നിധ്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ കഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പവർ പവർ അഭിഷേക ശക്തി നിറയട്ടെ നിറയട്ടെ. അനേകം കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഫീൽ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ കുടുംബങ്ങളിലേക്ക് വരണമേ. കുടുംബങ്ങളിലുള്ള അസ്വസ്ഥതകള്, കുടുംബങ്ങളിലുള്ള കലഹങ്ങള്, ആശ്ചര്യങ്ങള്, ഭിന്നതകള്, കുടുംബങ്ങളിലുള്ള ഭാരങ്ങള്, തകർച്ചകളെല്ലാം അവിടുത്തെ അത്ഭുത സാന്നിധ്യത്തിന്റെ ശക്തിയാൽ എടുത്തു മാറ്റണമേ. ഓരോ കുടുംബങ്ങളും ക്രിസ്തുവിന്റെ സമാധാനത്താൽ, ക്രിസ്തുവിന്റെ ആനന്ദത്താൽ, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്താൽ നിറയപ്പെടട്ടെ. ഫീൽ ഫീൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുതിയ ബന്ധക്കുസ്ത ഈ അഭിഷേക ശുശ്രൂഷ ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. Lord bless bless bless. ഹാല 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 ഹാല. അഭിഷേകം 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 നിറയട്ടെ 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 നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഞങ്ങളെല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് ജീവിത വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതങ്ങൾ എപ്രകാരമാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് കർത്താവിന്റെ ആത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളെ സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് പ്രാർത്ഥനയോടെ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾ ബൈബിളിൽ അടിവരയിട്ട് ധ്യാനാത്മകമായി നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം ആത്മരക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവിൻ. നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവിൻ. ഈ വചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവിൻ. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു തിരുവചനമാണിത്. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. നമ്മളെല്ലാം അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്.
അത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ തുടർന്നും ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു മുന്നറിയിപ്പ് നമുക്ക് തരിക. ഇതൊരു വാർണിംഗ് മെസ്സേജ് ആണ്. നമ്മുടെ ജീവിതങ്ങൾക്ക് നേരെയുള്ള കർത്താവിന്റെ മുന്നറിയിപ്പാണിത്. എന്താണ് അവിടെ നൽകുന്ന മുന്നറിയിപ്പ്? നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. എങ്ങനെ അധ്വാനിക്കണം? പൂർവാധികം ഭയത്തോടും വിറയിലോടും കൂടെ. ഇതിനെ പറയുന്ന പേരാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധീകരണത്തിന്റെ ജീവിതം. എന്താണ് വിശുദ്ധീകരണത്തിന്റെ ജീവിതം? നമ്മുടെ ആത്മരക്ഷയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന സകല പാപങ്ങളെയും മ്ലേച്ഛതകളെയും എല്ലാവിധത്തിലുള്ള അശുദ്ധികളെയും ദൈവസ്നേഹത്തെ പ്രതി വിട്ടുപേക്ഷിക്കുവാനുള്ള പരിപൂർണമായ തീരുമാനവും അപ്രകാരമുള്ള ജീവിത ശൈലിയും നമ്മൾ രൂപപ്പെടുത്തണം. ജീവിത വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഈ ഒരു അനുഭവമാണ്. പൂർണ്ണമായും പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് വിശുദ്ധീകരണത്തിന് തിരുവചനം ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? സഭയുടെ ഏതൊരു ശുശ്രൂഷയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. നാം തിരുവചനം ഉടനീളം പരിശോധിക്കുമ്പോൾ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ ചിത്രങ്ങൾ കാണാൻ പറ്റും. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനേകരെ കർത്താവ് ഈ സമയം വചനം അയച്ച് വിശുദ്ധീകരിച്ച് അഭിഷേകത്തിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം നമ്മൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കണം. കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുകയാണ്. സാധിക്കുന്ന നിങ്ങൾ എല്ലാവരുടെ കൈകളിൽ ഈ ഒരു പുസ്തകം ഉണ്ടാകണം. നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് സ്വന്തമായി കത്തോലിക്ക സഭയുടെ മതബോധനം ഈ ഒരു പുസ്തകം ഉള്ളത് വളരെ നല്ലതാണ്. ഇവിടെ നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഖണ്ഡികയിൽ സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 1023 ഖണ്ഡികയിൽ സ്വർഗം എന്നാണ് അതിന്റെ സബ് ടൈറ്റിൽ. അതിൽ വളരെ വ്യക്തമായ സഭ പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട് മരിക്കുന്നവരാണ് ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നത്. എങ്കിൽ ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, പ്രിയ സഹോദര സഹോദരി, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആർക്കാണ് കഴിയുന്നത്? വളരെ വ്യക്തമായി കത്തോലിക്ക സഭ പഠിപ്പിക്കുകയാണ്, പരിപൂർണമായും വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ശുദ്ധീകരണ സ്ഥലം. ഞാൻ ചോദിക്കട്ടെ, ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? ദൈവത്തിന്റെ വചനം പറയുന്നു പ്രധാനമായും 3 തലങ്ങളിലാണ്. പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ അവിടെ വചനം പറയുകയാണ്, നിങ്ങളുടെ പക്കൽ പുളിപ്പുള്ള അപ്പം ഉണ്ടാകരുത്. നിങ്ങളുടെ പക്കൽ പുളിപ്പുണ്ടാകരുത്. എന്താണ് ഈ പുളിപ്പ്? വിശുദ്ധ ബൈബിളിൽ പുളിപ്പിനെ പാപത്തോടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പാപമാണ് പുളിപ്പ്. നമുക്ക് പുതിയ നിയമത്തിലോട്ട് വരാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-8 വചനങ്ങളിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ പഴയ പുളിപ്പ് ആകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തിൽ സകല പുളിപ്പുകളും മാറ്റിക്കളയുവിൻ. നിങ്ങൾ പഴയ പുളിമാവ് ആകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തിലുള്ള പുളിപ്പിനെ മാറ്റിക്കളയുവിൻ. 8-ാം വചനത്തിൽ പറയാണ് എന്താണ് ഈ പുളിപ്പെന്ന്. അവിടെ അശുദ്ധിയും എല്ലാവിധ തിന്മയുമാകുന്ന പുളിപ്പ് കൊണ്ടല്ല നിങ്ങൾ പെസഹ ഭക്ഷിക്കേണ്ടത്. അപ്പൊ എന്താണ് പുളിപ്പ്? ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, അശുദ്ധിയും എല്ലാവിധത്തിലുള്ള തിന്മയുമാണ് പുളിപ്പ്. എന്നാൽ വചനം എന്താ പറയുന്നത്? നിന്റെ പക്കൽ ഈ പുളിപ്പ് ഉണ്ടാകരുത്. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിപൂർണമായും വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ജീവിതം കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ ചിന്തകൾ കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ സംസാരം, വാക്കുകൾ കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ പ്രവൃത്തികൾ കർത്താവിന് വിശുദ്ധമാകണം. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അവിടെ 15-ാം വചനത്തിൽ പറയുകയാണ്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും
നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം കർത്താവിന്റെ മുൻപിൽ ഏറെ വിശുദ്ധമാകണം. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 15-ാം വചനത്തിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും, പുളിമാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കരുത്. രണ്ടാമത്തൊരു തലം, വിശുദ്ധീകരിക്കപ്പെടാൻ രണ്ടാമത്തൊരു തലം നമ്മുടെ കുടുംബമാണ്. നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ കുടുംബം കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെടണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ കുടുംബങ്ങളും കർത്താവ് വസിക്കുന്ന കുടുംബങ്ങളാണ്. യാക്കോബ് എന്താ പറഞ്ഞത്? കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, എന്നാൽ ഞാനത് അറിഞ്ഞില്ല. ഇന്ന് അനേകരുടെ ജീവിതം ഈ ഒരു അവസ്ഥയിലാണ്. കുടുംബത്തിൽ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പലപ്പോഴും പിശാചിനായി, പാപത്തിനായി, മ്ലേച്ഛതയ്ക്കായി, അശുദ്ധിക്കായി ഇന്ന് അനേകം ഭവനങ്ങൾ പലരും തുറന്നിട്ടിരിക്കുകയാണ്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന് ഇന്ന് വസിക്കാൻ കഴിയുന്നുണ്ടോ? അനേകം കുടുംബങ്ങൾ മദ്യത്തിന്റെ ഭവനങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല കുടുംബങ്ങളിൽ ഇപ്പോൾ മദ്യക്കുപ്പികളുണ്ട്. പല കുടുംബങ്ങളിലും അശുദ്ധമായ ചിത്രീകരണങ്ങളുണ്ട്. പല കുടുംബങ്ങളും പാപകരമായ സ്വാധീനത്തിന്റെ അടിമത്തത്തിലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനത്തിലൂടെ പരിശുദ്ധാൽ മുന്നറിയിപ്പ് തരികയാണ്, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിന് വസിക്കാൻ കഴിയുകയില്ല. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 26-ാം വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിന് നിന്ദ്യമായ ഒരു വസ്തുവും നിങ്ങൾ ഭവനത്തിലേക്ക് കൊണ്ടുവരരുത്. ഇത് നമ്മുടെ ഹൃദയത്തിലോട്ട് ഈ വചനം കയറണം. മൂന്നാമത് വചനം പഠിപ്പിക്കുന്നു, പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, പുളിമാവ് നിങ്ങളുടെ ദേശത്തൊന്നും ഉണ്ടായിരിക്കരുത്. എന്താ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ബിസിനസ് മണ്ഡലത്തിൽ, ജോലി മേഖലയിൽ, നമ്മളായിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഒന്നും പുളിപ്പുണ്ടാകരുത്. അതെല്ലാം കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെടണം. വെളിപാടിന്റെ പുസ്തകം 21-27 പറയുന്നുണ്ട്, കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ മുൻപിൽ നമ്മൾ ഭയപ്പെടണം. ഭയപ്പെടെന്ന് പറയുന്നത് ഒരു മാനുഷികമായ ഒരു ഭയമല്ല പറയുന്നത്, ആ റെവറൻസ്, ആ ബഹുമാനത്തിലോട്ട് നമ്മൾ വരണം. ദൈവത്തിന്റെ വചനം കൃത്യതയോടുകൂടി പഠിപ്പിക്കുകയാണ്, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചാൽ നമ്മുടെ നിത്യത മുഴുവൻ കർത്താവിനോടുകൂടെ അവന്റെ മഹത്വത്തിലായിരിക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ചുമ്മാ ഒരു ഭംഗി വാക്കിന് വേണ്ടിയല്ല ഇത് ചോദിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് ഉറപ്പ് പറയാൻ പറ്റും? അതുകൊണ്ടാ വചനം പഠിപ്പിക്കണേ, സഭ പഠിപ്പിക്കണേ. വിശുദ്ധീകരണത്തിന്റെ പ്രാധാന്യത. ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിത്യത നഷ്ടമാക്കി കളയരുത്. വീണ്ടും വചനം പഠിപ്പിക്കുകയാ, കൗടില്യവും മ്ലേച്ഛതയും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാ പൗലോസ്ലീഹ പറഞ്ഞത്, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദര സഹോദരി, എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, കർത്താവിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പരിപൂർണമായ വിശുദ്ധീകരണത്തിന്റെ ജീവിതമായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിലെ സകല പുളിപ്പുകളെയും പിഴുതുകളയുവാൻ, വിട്ടുപേക്ഷിക്കുവാനുള്ള പരിപൂർണമായ തീരുമാനത്തോടെ തുടർന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ ആവശ്യങ്ങളെയും നിങ്ങളുടെ സകല തീരുമാനങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.